AI ക്യാമറയൊക്കെ കബളിപ്പിച്ച് പലപ്പോഴും ഈ ട്രാഫിക് നിയമമൊക്കെ ലംഘിക്കുന്ന പലരെക്കുറിച്ച് നമ്മൾ തന്നെ തത്സമയ റിപ്പോർട്ടറിൽ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇത് ഒരു നല്ല പണി കിട്ടിയ ഒരാളെക്കുറിച്ചാണ്. ബംഗളൂരുവിലാണ്. അപ്പോൾ സ്കൂട്ടർ ഓടിക്കുന്ന ആളാണ്. നിയമത്തെക്കുറിച്ചൊന്നും അദ്ദേഹം ബോധവാനല്ല. അതൊക്കെ ആ വഴിക്ക് പോകും, ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നതാണ്. എന്തായാലും സ്വന്തം വഴിക്ക് പോയി 350 തവണ നിയമലംഘനം നടത്തി. ഇനി ഏകദേശം ഒരു 3.25 ലക്ഷം രൂപ പിഴ കൊടുക്കണമെന്നതാണ് കിട്ടിയ പണി. KB ശ്രീധരനുണ്ട് വിവരങ്ങളുമായി ബംഗളൂരുവിൽ നിന്നും. ശ്രീധര, 3.25 ലക്ഷം രൂപ പിഴ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എത്ര തവണ ഇയാൾ നിയമലംഘനം നടത്തിയെന്ന് മനസ്സിലാവും. ഈ വിഷയം ഇതൊരു വല്ലാത്തൊരവസ്ഥയാണല്ലേ. ഒരാൾക്ക് നേരം പുലരുമ്പോൾ ഒരു 3.25 ലക്ഷം രൂപ പിഴയടയ്ക്കണമെന്ന് പറഞ്ഞ് നോട്ടീസ് വരിക എന്നുള്ളതൊക്കെ. ഏതായാലും ഈ ബംഗളൂരു നഗരത്തിലെ വെങ്കട്ടരാമൻ എന്നുള്ളൊരു വ്യക്തിയാണ് ഈ നിർഭാഗ്യവാൻ. വെറും നിർഭാഗ്യവാൻ എന്ന് നമുക്ക് പറഞ്ഞാൽ പോരാ, ഒരുപക്ഷെ ചോദിച്ചു വാങ്ങിയ പണി എന്നൊക്കെ ഇതിനെ വേണം നമ്മൾ വിശേഷിപ്പിക്കാൻ. ഇയാൾ വീട്ടിൽ നിന്ന് വണ്ടി എടുത്തിറങ്ങുമ്പോൾ യാതൊരു തരത്തിലുള്ള നിയമങ്ങളും ഗതാഗത നിയമങ്ങളും പാലിക്കാറില്ല. അതാണ് ഇയാൾക്ക് ഇങ്ങനെ ഒരു വലിയ പിഴ കിട്ടാൻ കാരണം. ഹെൽമെറ്റ് വെക്കില്ല, അതുപോലെ തന്നെ സിഗ്നൽ എപ്പോഴും തെറ്റിക്കും, വൺ വേ തെറ്റിക്കും. ഇങ്ങനെ ഈ നിരന്തരം ഇങ്ങനെ ട്രാഫിക് നിയമലംഘനങ്ങൾ നടത്തുന്ന ആളുകളെ പിടികൂടാൻ ബംഗളൂരു പോലീസ് തുനിഞ്ഞിറങ്ങിയപ്പോഴാണ് വെങ്കട്ടരാമനെ പോലുള്ള ആളുകളൊക്കെ പെടുന്നത്. ഒന്നും രണ്ടൊന്നല്ല, 350 തവണയാണ് ഇയാൾ ഇങ്ങനെ നിയമം ലംഘിച്ചതായിട്ട് ട്രാഫിക് പോലീസ് കണ്ടെത്തിയത്. അങ്ങനെ കഴിഞ്ഞ ദിവസം രാവിലെ ഇയാളുടെ വീട്ടിലേക്ക് പോലീസ് ഉദ്യോഗസ്ഥരെത്തുമ്പോഴാണ് ഇതിനൊക്കെ പിഴയടക്കേണ്ട ഒരു കുറ്റമാണ് എന്നുള്ളൊരു ബോധം ഇദ്ദേഹത്തിന് വന്നത്. ഏതായാലും ആദ്യം പറഞ്ഞു നോക്കി, ഈ പൈസ ഒന്നും എനിക്ക് അടയ്ക്കാൻ പറ്റില്ല. പിന്നീട് അയാൾ പറഞ്ഞൊരു മറുപടിയാണ് ഏറ്റവും നമുക്ക് ചിരി വരുന്നത്. ഈ വണ്ടിക്ക് ആകെ 30,000 രൂപ മാത്രമേ ഇതിന് വിലയുള്ളൂ, അത് നിങ്ങൾ എടുത്തോളൂ, എനിക്ക് പിഴയടയ്ക്കാൻ വയ്യ എന്ന് പറഞ്ഞു. പോലീസ് ഏതായാലും വിടാൻ തയ്യാറല്ല. ഈ പൈസ, ഈ 3.25 ലക്ഷം രൂപ പിഴയായി അടച്ചാൽ മാത്രമേ ഇയാൾക്ക് ഇനി വണ്ടി ഓടിക്കാൻ കഴിയൂ. ശരി ശ്രീധരൻ, അപ്പോൾ ഇനിയെങ്കിലും ഈ ആള് നിയമലംഘനമൊക്കെ നടത്താതെ മര്യാദയ്ക്ക് വണ്ടി ഓടിക്കുമെന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും കാശടയ്ക്കണമല്ലോ.